നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ. നമ്മളെല്ലാവരും ഓണമായി ആഘോഷിക്കുന്നു. ഈ ആഘോഷത്തിന് പിറകെ ഒരു കഥയുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു വലിയ കഥ വെറും 12 വരികളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗാനം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഗാനരചയിതാവ് ആരെന്നോ സംഗീത സംവിധായകനാരെന്നോ അത് പാടിയതാരെന്നോ ആ കാലത്ത് അറിയില്ലാത്തതുപോലെ ഇന്നും എനിക്കറിയില്ല. എന്തായാലും ആ 3 പേരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ആ ഗാനം ഞാനിവിടെ ആലപിക്കുന്നു. കുട്ടികൾക്ക് ഉപകരിക്കും. മാരവൈരി സൂതനാകും മാബലി എന്നൊരു ഭൂപൻ മാമല നാടൊരു കാലം ഭരിച്ചിരുന്നു. മാരവൈരി സൂതനാകും മാബലി എന്നൊരു ഭൂപൻ മാമല നാടൊരു കാലം ഭരിച്ചിരുന്നു. ദാനധർമ്മ സത്യശീലൻ ദീനദയാപരൻ ശൂരൻ ദാനവൻ്റെ പുകൾ 10 ദിക്കും പരന്നു. ദാനധർമ്മ സത്യശീലൻ ദീനദയാപരൻ ശൂരൻ ദാനവൻ്റെ പുകൾ 10 ദിക്കും പരന്നു. മാരവൈരി സൂതനാകും മാബലി എന്നൊരു ഭൂപൻ മാമല നാടൊരു കാലം ഭരിച്ചിരുന്നു. ആനന്ദമാമഹസ്സു കണ്ട തീവഭീതി ഉൾക്കൊണ്ടു അനന്തശായിയെ അതിഥി പോയി കണ്ടു. ആനന്ദമാമഹസ്സു കണ്ട തീവഭീതി ഉൾക്കൊണ്ടു അനന്തശായിയെ അതിഥി പോയി കണ്ടു. വടുവായി വന്നു വിഷ്ണു 3 അടി മണ്ണും യാചിച്ചു എടുത്താലുമെന്നു കേൾക്കെ വിശ്വരൂപിയായി. 2 അടിയാൽ 3 ഉലകും അളന്നപ്പോൾ തൻ്റെ ശിരസുണ്ട് 3-ാം അടിക്കെന്നു ചൊല്ലി മാബലി. 2 അടിയാൽ 3 ഉലകും അളന്നപ്പോൾ തൻ്റെ ശിരസുണ്ട് 3-ാം അടിക്കെന്നു ചൊല്ലി മാബലി. ചിങ്ങത്തിരുവോണം തോറും വന്നു കൊള്ളുന്നോതി വിഷ്ണു ഭൂപതിയെ സുതലത്തിൽ പറഞ്ഞയച്ചു. ഭൂപ